എൻ്റെ പേര് സെലിൻ പി എസ്. ഞാൻ പരുമല സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയ ഇടവകയിൽ നിന്നും വരുന്നു. 2019 ഓഗസ്റ്റ് മാസം 28 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം 3-4 പ്രാവശ്യം സാക്ഷ്യം പറയണമെന്ന് കരുതി. പക്ഷേ എനിക്ക് പറയാൻ സാധിച്ചില്ല. ഇവിടെ എഴുതി കൊടുക്കും, അത് ശരിക്കുള്ള ഒരു സാക്ഷ്യമല്ല എന്ന് പറഞ്ഞ് എന്നെ പറയാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്, എൻ്റെ കിണറ്റിൽ വേനൽക്കാലം വന്നാൽ വെള്ളം ഒട്ടും കാണത്തില്ല. ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു വെള്ളത്തിന് വേണ്ടി. അവിടെ കുറച്ച് ദൂരം, കുറച്ച് അകലെ പോയാണ് വെള്ളമൊക്കെ എടുക്കാറുള്ളത് വേനൽക്കാലത്ത്. ഇപ്പോൾ ഇവിടെ നിന്നും പിന്നെ ഇവിടുത്തെ കിണറ്റിലെ വെള്ളവും ഉടമ്പടി നേർച്ചയായ ഉപ്പും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് കിണറ്റിലിട്ടതിന് ശേഷം ഇപ്പോൾ എനിക്ക് 5 വർഷമായി വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കിണറ്റിൽ നല്ല വെള്ളമുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ആ വെള്ളത്തിൻ്റെ ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടി. പിന്നീട് എൻ്റെ മകള് BSc എക്സാം എഴുതാൻ നേരത്ത് ഉടമ്പടി കാശ് രൂപമല്ല, വേറെ ഇവിടെ സ്റ്റോളിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോയ ഒരു കാശ് രൂപം എടുത്തിട്ട് മകളുടെ കയ്യിൽ കൊടുത്ത് അത് വെച്ചിട്ട് അവൾ പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ എക്സാം എഴുതി നല്ല മാർക്കോട് കൂടി പാസ്സായി. അതുപോലെ തന്നെ ഞാനിപ്പം ഇതിൽ എഴുതാത്ത ഒരു കാര്യം കൂടാണ്. പിന്നെ പ്രോമെട്രി എക്സാം എഴുതാനായിട്ട് അവൾക്ക് ഒമാനിലേക്ക് ജോലി കിട്ടി. പ്രോമെട്രി പരീക്ഷ എഴുതാൻ നേരത്തും ഇതുപോലെ അവളുടെ കയ്യിൽ ആ കാശ് രൂപം വെച്ചിട്ടാണ് അവൾ പ്രാർത്ഥിക്കാറുള്ളത്. അതിലും അവൾ നല്ല മാർക്കോട് കൂടെ വിജയിച്ച് അവൾ ഒമാനിലെ ജോലി ചെയ്തു. അതിനുശേഷം നാട്ടിൽ വന്ന് ഇപ്പോൾ 7 വർഷമായിട്ട് പിന്നെ കല്യാണം നടക്കാതെ, 30 വയസ്സായി, എന്നിട്ട് 7 വർഷമായിട്ട് കല്യാണം നടക്കാതെ ഇരുന്നു. ഇപ്പോൾ 1 വർഷമായി എൻ്റെ മകളുടെ വിവാഹവും അമ്മ മാതാവും നടത്തി തന്നു. നല്ല രീതിയിൽ നടത്തി തന്നു. ഒരു കുറവും ഇല്ലാതെ അവൾക്കത് നടത്തി തന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതം പ്രവർത്തിച്ച ദിവ്യനാഥന് എൻ്റെ മകളുടെ കല്യാണം ഒരു കുറവും ഇല്ലാതെ കണ്ട് 30 വയസ്സ് വരെ അവൾ കാത്തിരുന്നു. 30 വയസ്സായെങ്കിലും ഇപ്പോൾ അവൾക്ക് വിവാഹം നടന്നു. 1 വർഷമായി. പിന്നെ അതിനുശേഷം എനിക്ക് അടിവയറ്റിൽ ഭയങ്കര സഹിക്കാൻ വയ്യാത്ത വേദന വന്നു. അപ്പോഴൊക്കെ ഞാൻ പിന്നെ തീരെ വയ്യാതെ വന്നപ്പോഴാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയത്. ഹോസ്പിറ്റലിൽ പോയി അവർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, സ്കാൻ ചെയ്തു. അപ്പം അടിവയറ്റിൽ അപ്പൻഡിസൈറ്റിസ് ആണെന്ന് പറഞ്ഞു, വീക്കമുണ്ട്, നീരുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് സർജറി വേണമെന്നും പറഞ്ഞ് പിന്നീട് പറഞ്ഞ് CT സ്കാൻ ചെയ്യുക, CT സ്കാൻ ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കട്ടെന്ന് പറഞ്ഞ്. അപ്പം ഉടനെ എനിക്ക് CT സ്കാൻ ചെയ്യാൻ പറ്റിയില്ല. കുറേ നാൾ നീണ്ടുപോയി. അത് കഴിഞ്ഞ് സാമ്പത്തികത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഞാനത് ഉടനെ ചെയ്തില്ല. 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ CT സ്കാൻ ചെയ്തത്. ആ 1 മാസക്കാലവും ഞാൻ വയറ്റിൽ ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞും കുരിശ് വരയ്ക്കും. അടിവയറ്റിൽ എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വിലാപങ്ങൾ 3-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പായിട്ട് വായിക്കാറുണ്ടായിരുന്നു. 3 പ്രാവശ്യം ഞാനത് വായിക്കും. എൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, എൻ്റെ വിശ്വസ്തത ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇത് 3 പ്രാവശ്യം വായിച്ചതിന് ശേഷമാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നത്. അതിനുശേഷം ഞാൻ ഈ വയറ്റിലെ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും CT സ്കാൻ ചെയ്തപ്പോൾ ആ അപ്പൻഡിറ്റിക്സിൻ്റെ യാതൊരു ഇതും കാണുന്നില്ല, അവിടെ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ സർജറി ചെയ്യണ്ട, അവിടെ ഒന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. ആ സ്കാനിൻ്റെ റിപ്പോർട്ടൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് യാതൊരു ഇതിൻ്റേതായിട്ടുള്ള ഒന്നും കാണുന്നില്ലെന്നാണ് പറഞ്ഞത്.
പിന്നെ എൻ്റെ ദേഹം മൊത്തം ചൊറിഞ്ഞ് വല്ലാതെ ചൊറിഞ്ഞ് തടിക്കുമായിരുന്നു. ചൊറിഞ്ഞിട്ട് കൈയെല്ലാം എന്താ കറുത്ത പാടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ട് ഇരുന്ന്, അപ്പം മോടെ പപ്പായും എല്ലാം എന്നെ വഴക്ക് പറഞ്ഞ്, നീ ഇങ്ങനെ ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ടിരിക്കണ്ട, നീ ഹോസ്പിറ്റലിൽ പോയി, ഇങ്ങനെ ചൊറിഞ്ഞ് നീ വളരെ ബുദ്ധിമുട്ട്. ചൊറിഞ്ഞങ്ങ് തടിച്ചിട്ട് ചുമന്ന പാടുകളും ഇപ്പോൾ ദാണ്ട് അത് കരിനീലിച്ച പാട് പോലായിരുന്നു. കൈ മൊത്തം ഉണ്ടായിരുന്നു, ദേഹം മൊത്തം ചൊറിച്ചില്ലായിരുന്നു. അവസാനം ഞാനൊരു ഡോക്ടറെ പോയി കണ്ട് മരുന്ന് അതെല്ലാം പുരട്ടിയിട്ട് ഒരു കുറവും തോന്നുന്നില്ല. വീണ്ടും ഒരാഴ്ച ചിലപ്പോൾ സുഖപ്പെടും, വീണ്ടും ഇത് തന്നെ. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒരു ഡോക്ടറെ കണ്ട്, ആ ഡോക്ടറും ഇതുപോലെ ഭയങ്കര വിലപിടിപ്പുള്ള മരുന്നുകളായി എഴുതി തരുന്നതല്ല, ഗുളികയും ദേഹത്ത് പുരട്ടാനുള്ള മരുന്നുകളും എല്ലാം തന്ന് ലാസ്റ്റിൽ എന്നിട്ടും കുറവില്ല. ഒരു 2-3 ദിവസം അല്ലെ ഒരാഴ്ച എനിക്ക് ആ ചൊറിച്ചിലില്ലാതിരിക്കും. ഇതെന്താണെന്ന് അവരും കണ്ടുപിടിക്കുന്നില്ല, ഡോക്ടർമാർക്കും അറിയുന്നില്ല ഇതെന്തുവാ, എന്തിൽ നിന്ന് വന്നതാ. എന്നോട് എന്തോ ഫംഗസ് മൂലം വന്നതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കത് മാറുന്നില്ല, ചൊറിച്ചിൽ മാറുന്നില്ല. ലാസ്റ്റിൽ ഞാൻ മൂന്നാമത് വേറെ ഒരു ഡോക്ടർ, ബീന സണ്ണി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകാനായിട്ട് നമ്പരെല്ലാം വാങ്ങിച്ച് മോള് തന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി എവിടെയും പോകുന്നില്ല, ഉടമ്പടി തൈലം മാത്രം മതി, എനിക്ക് എൻ്റെ അമ്മ മാതാവാണ് എനിക്കിനി ഇത് മാറ്റി തരേണ്ടതെന്ന് ഞാൻ പറഞ്ഞ് തൈലം മൊത്തം ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കും. ഇപ്പം എനിക്ക് ചൊറിച്ചിലില്ല, എൻ്റെ കയ്യിലെ പാടെല്ലാം മാറിയിട്ടുണ്ട്. കറുത്ത പാടുകളായിരുന്നു, കരിനീലിച്ച് 2 കൈയും കാണിക്കാൻ മനുഷ്യൻ കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ഉടമ്പടി തൈലം തൂത്ത് അതും ശരിയായി. പിന്നെ നേരത്തെ എനിക്ക് സ്കാൻ റിപ്പോർട്ട് കൊണ്ടുവരാഞ്ഞ കാരണം അത് പറയാൻ പറ്റിയില്ല. എൻ്റെ യൂട്രസിനകത്ത് പിന്നെ ഫൈബ്രോയിഡ്, അതും ഇതുപോലെ തന്നെ സ്കാൻ ചെയ്ത് നോക്കുമ്പം ഫൈബ്രോയിഡ് ഉണ്ട്, മുഴയുണ്ടെന്നാണ് പറഞ്ഞ്. 20 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മുഴയുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾ ഇത് എത്രയും വേഗം യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞ്. ഇപ്പം ഞാൻ ഇതുപോലെ കായംകുളത്തുള്ള ഹോസ്പിറ്റലിൽ, ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞുള്ള ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറയുന്നത് 20 സെൻറ്റിമീറ്റർ പോയിട്ട് 20 മില്ലിമീറ്റർ പോലും വലിപ്പമില്ല, ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, യൂട്രസ് എടുത്ത് കളയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതും ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചും ഒക്കെ ആയിരുന്നു. ടി വിയിലെ ധ്യാനം കാണുകയും യൂട്യൂബിൽ ജോസഫച്ചൻ്റെ ധ്യാന ആരാധനയിൽ പങ്കെടുക്കുകയും മുടങ്ങാതെ ഞാൻ പങ്കെടുക്കുകയും പ്രാർത്ഥിച്ചിട്ടൊക്കെ തന്നെയാണ് അവിടെയും പോയപ്പോൾ 20 മില്ലിമീറ്റർ പോലും വലിപ്പമില്ല, ഇത് നിങ്ങൾ യൂട്രസ് എടുത്ത് കളയേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. നിരവധി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കാരുണ്യപ്രവർത്തികൾ ചെന്നൈയിലുള്ള എൻ്റെ ബന്ധുവാണ്, എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളാണ്, തീരെ കിടപ്പാണ് പുള്ളിക്കാരി. അവരെ പോയി സന്ദർശിക്കുകയും ഇവിടെ നിന്ന് തമിഴ് പത്രം വാങ്ങിക്കിട്ട് പോയി അവിടെ എല്ലാം കൊടുക്കുകയും ആൾക്കൂട്ടത്തിൽ കൊടുക്കുകയും അവിടുത്തെ പള്ളികളിൽ പോവുകയും അവിടെ പോയി പത്രം വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലും വിധവകളായ സ്ത്രീകൾ, എൻ്റെ ഒരു സഹോദരി തന്നുണ്ട്, അവർക്കാരുമില്ല, അവരെ സഹായിക്കാനൊന്നും ആരുമില്ലാത്ത കാരണം അവർക്ക് ഞങ്ങൾ വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൃദ്ധസദനത്തിലും ശാന്തി തീരത്തും ഇവിടെ എല്ലാം പോയി ഭക്ഷണം കൊടുക്കുകയും ഭക്ഷണത്തിൻ്റെ തുക കൊടുക്കുകയും ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഭക്ഷണം കൊടുക്കുകയും പത്രം വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. കുർബാനയും കുമ്പസാരവും ബൈബിൾ വായനയെല്ലാം ശരിയായ രീതിയിൽ തന്നെ പോകുന്നു. ഞായറാഴ്ച മാത്രമേ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുകയുള്ളൂ, ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല. പള്ളി ദൂരമാണ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരമാണ്. അതുകൊണ്ട് ഞായറാഴ്ചകളിൽ മാത്രമേ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലേ എനിക്ക് കുമ്പസാരിക്കാനും പറ്റുന്നുള്ളൂ. അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് ചെയ്ത ഈ നന്മകൾക്ക് ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66:10. ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോടുകൂടി ആനന്ദിച്ചുല്ലസിക്കുവിൻ,
അവളെ പ്രതി വിലപിക്കുന്ന നിങ്ങൾ അവളോടൊത്ത് സന്തോഷിച്ച് തിമിർക്കുവിൻ. യേശുവിൽ പ്രിയമുള്ളവരെ, സെലീന പത്തനംതിട്ടയുടെ സാക്ഷ്യം നമ്മോട് പറയുന്നത് തൻ്റെ ഭക്തരുടെ മേൽ ഭക്തരുടെ അനുഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ഉടമ്പടി ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താതെ, ഒന്നും കൂട്ടാതെ, ഒന്നും കുറയ്ക്കാതെ ഉടമ്പടി ജീവിതം അവർ മുന്നോട്ട് പോയപ്പോൾ പരിശുദ്ധമ്മ ശക്തനായവൻ എന്ന് വൻ കാര്യം ചെയ്തു കൊടുത്തു. ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി പുതുക്കുകയും സാക്ഷ്യം പറയാമെന്ന് അമ്മയോട് വാക്ക് പറയുകയും അത് പൂർത്തിയാക്കുകയും ചെയ്ത് ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ അമ്മ ഒരിക്കലും തന്നെ സമർപ്പിച്ചിരിക്കുന്ന ഒരു കാര്യവും നഷ്ടപ്പെടുത്താതെ അമ്മ അത് ഇരട്ടിയായിട്ട് നമുക്ക് തൻ്റെ പുത്രനിൽ നിന്ന് വാങ്ങിത്തരുമെന്ന് ഈ മക്കളുടെ സാക്ഷ്യം വഴി നമ്മളോട് പറയുവാനിടയായി. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയുമില്ല. നമ്മുടെ കൂടെ നടക്കുന്ന ഈശോയും അമ്മയും ചേർന്ന് നിന്നുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ അമ്മ നിങ്ങളെ അനുഗ്രഹിച്ച് അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ കൃപയാൽ നിങ്ങളെ സന്തോഷഭരിതരാക്കും. അമ്മ വഴി ഈശോ കൊടുത്ത വലിയ കൃപയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.